ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SCERT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ് ഭൂപടങ്ങളുടെ പൊരുൾ തേടി. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. വിവിധ കാലഘട്ടങ്ങളിൽ മനുഷ്യർ നടത്തിയ ചില സമുദ്രയാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇവിടെ ഇനി പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യം ആരെക്കുറിച്ചാണ് പറയുന്നത്? ക്രിസ്റ്റഫർ കൊളംബസ്. 15ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ജനോവയിൽ ജനിച്ചു. അതായത് ഇന്നത്തെ വടക്കു പടിഞ്ഞാറൻ ഇറ്റലി. നാവികൻ, പര്യവേഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ്. പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള തന്റെ ആദ്യത്തെ കപ്പൽ യാത്ര AD 1492 നടത്തി. ഈ യാത്രയിൽ വഴി അറിയുന്നതിനായി വലിയൊരു ഗോളം തുകൽ കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയാണ് കൊളംബസും കൂട്ടരും സഞ്ചരിച്ചിരുന്നത്. നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനായി ഇത്തരത്തിലുള്ള മറ്റൊരു ഗോളവും ഇവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കൊളംബസിന്റെ യാത്ര വഴിതെറ്റി ഇന്നത്തെ വടക്കേ അമേരിക്കൻ വൻകരയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിൽ എത്തിച്ചേരുകയാണുണ്ടായത്. വഴി കാട്ടാൻ കൃത്യമായ ഭൂപടങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതായിരുന്നു ഇതിന് കാരണം. ഫെർഡിനാൻഡ് മെഗല്ലൻ. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിൽ ജനിച്ചു. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന അടങ്ങാത്ത മോഹത്താൽ 1519 സെപ്റ്റംബറിൽ യൂറോപ്പിൽ നിന്ന് പോർച്ചുഗീസ് പര്യവേഷകനായ മെഗല്ലനും കൂട്ടരും കപ്പൽ യാത്ര ആരംഭിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു ലക്ഷ്യം. വൻകരകളുടെ സ്ഥാനം അറിയുന്നതിനായി 16ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഭൂപടങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ യാത്ര വർഷങ്ങൾ നീണ്ടതോടെ കപ്പലിൽ കലഹങ്ങളായി. പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പൈൻസ് ദ്വീപ് സമൂഹത്തിലെത്തിയ ഇവർ അവിടുത്തെ മക്ടാൻ ദ്വീപുവാസികളുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ഈ പോരാട്ടത്തിൽ മെഗല്ലൻ കൊല്ലപ്പെടുകയും ചെയ്തു. കപ്പലിൽ ബാക്കിയായവർ 1522 സെപ്റ്റംബറിൽ യൂറോപ്പിൽ തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. വിശദമായ ഭൂപടങ്ങളോ വഴി അറിയുവാനുള്ള മറ്റ് സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന ആ കാലത്ത് ഇവർക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുന്നതിന് ഏകദേശം 3 വർഷം വേണ്ടിവന്നു. അടുത്ത നോക്കിക്കേ, ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള തൃപ്പൂണിത്തുറയിൽ ജനിച്ചു. 2012 നവംബറിൽ സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചു. സമുദ്രത്തിലെ പലവിധ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ലോകം ചുറ്റി 2013 മാർച്ച് 31 മുംബൈയിൽ തിരിച്ചെത്തി. കൃത്യമായ ഭൂപടങ്ങളുടെയും ആധുനിക ഉപകരണങ്ങളുടെയും സഹായത്താലാണ് വഴി തെറ്റാതെ ഏകദേശം 150 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റിവരാൻ അദ്ദേഹത്തിന് ആയത്. അപ്പോ 3 പേരുടെ വിവിധ കാലഘട്ടങ്ങളിലുള്ള സമുദ്രയാത്രാ വിവരണമാണ് നമ്മൾ കണ്ടത് അല്ലേ? നമുക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇന്നത്തേതുപോലെയുള്ള വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഭൂപടങ്ങളായിരുന്നില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ കൃത്യമായ സ്ഥാന നിർണയത്തിനും ദിക്ക് നിർണയത്തിനും സഹായിക്കുന്നവയായിരുന്നില്ല മുൻകാല ഭൂപടങ്ങൾ. ആധുനിക ഭൂപടങ്ങൾ പോലെ വ്യക്തതയും കൃത്യവുമായുള്ള ഭൂപടങ്ങളായിരുന്നില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നവ. ലോകത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭ്യമല്ലാത്തതും കൃത്യമായ ഭൂപടങ്ങളുടെ അഭാവവുമാണ് കൊളംബസിന് ആ യാത്രാ വഴി തെറ്റാൻ കാരണമായത്. അതുപോലെ തന്നെ വിശദമായ ഭൂപടങ്ങളോ വഴി അറിയുവാനുള്ള സൗകര്യങ്ങളോ ഇല്ലാത്തതിനാലാണ് മെഗല്ലനും കൂട്ടുകാർക്കും ലോകയാത്രയ്ക്ക് നീണ്ട കാലയളവ് വേണ്ടി വന്നത്. പിന്നെന്താ ലാസ്റ്റ് പറയുന്നത്? കൃത്യമായ ഭൂപടങ്ങളും അതുപോലെ തന്നെ വഴി അറിയുവാനുള്ള ആധുനിക ഭൂപടങ്ങളും ഉള്ളതിനാലാണ് അഭിലാഷ് ടോമിക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് വഴി തെറ്റാതെ ലോകം ചുറ്റി സഞ്ചരിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം എത്ര ദിവസം എടുത്തതാ? 150 ദിവസം കൊണ്ടാണ് ലോകം ചുറ്റി തിരിച്ച് എത്തിയത്. അപ്പം ആധുനിക സാങ്കേതിക വിദ്യകളുടെയൊക്കെ സഹായത്താൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ലോകം ചുറ്റി തിരിച്ചു വരാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്താ പറയുന്നത്? ഇന്നത്തേതുപോലെ ഭൂപടങ്ങളോ ആധുനിക സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയുള്ള കൊളംബസിന്റെയും മെഗല്ലന്റെയും വർഷങ്ങൾ നീണ്ട കപ്പൽ യാത്രകൾ ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്. ലോകത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്ന ഭൂപടങ്ങളുടെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും സഹായത്താൽ ചുരുങ്ങിയ കാലയളവിൽ വഴി തെറ്റാതെ ലോകം ചുറ്റി തിരിച്ചെത്താമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായി. ഓക്കെ, നമ്മൾ ഇനി അടുത്ത എന്താ നോക്കാൻ പോകുന്നത്? ഭൂപടങ്ങളുടെ പ്രാധാന്യം. ഓക്കെ, ഭൂമിശാസ്ത്രകാരന്റെ പ്രധാന ഉപകരണമാണ് ഭൂപടം. ഇവിടെ പറയുന്നത് എന്താണ്? ക്ലാസ് മുറി, സ്കൂൾ പരിസരം,
നമ്മൾ താമസിക്കുന്ന പ്രദേശം എന്നിവ ഒരു കടലാസിൽ ചിത്രീകരിക്കാൻ കഴിയും. ഇതുപോലെ ഭൗമ ഉപരിതലത്തിലെ എല്ലാ പ്രദേശങ്ങളെയും ചിത്രീകരിക്കാവുന്നതാണ്. ഭൂപ്രദേശങ്ങളുടെ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തെയാണ് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭൂപടങ്ങൾ ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു. എന്നാൽ അവ ഇന്നത്തേതുപോലെയുള്ള വ്യക്തവും കൃത്യവുമായ ഭൂപടങ്ങളായിരുന്നില്ല. ഭൂമിയുടെ വിശദമായ വിവരങ്ങൾ ലഭിക്കുന്ന ഭൂപടങ്ങൾ ആധുനിക ലോകത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു. ഇന്ന് വിവിധങ്ങളായ ഭൂപടങ്ങൾ ഒട്ടനവധി മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ മേഖലകൾ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഭൂപടം കൊണ്ടുള്ള ഉപയോഗവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ഭൂപടം ഉപയോഗിക്കുന്നതെന്നും അവ കൊണ്ടുള്ള പ്രയോജനവും പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, ഭൂമിശാസ്ത്ര പഠന മേഖലയിൽ ഭൂപടം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എല്ലാ തരം ഭൂപടങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ചുമർ ഭൂപടങ്ങൾ, അറ്റ്ലസ്, ധരാതലീയ ഭൂപടങ്ങൾ, കാലാവസ്ഥാ ഭൂപടങ്ങൾ മുതലായവ. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഉപയോഗം എന്താണ്? ഭൗമ ഉപരിതല സവിശേഷതകളും അന്തരീക്ഷ അവസ്ഥയും മനസ്സിലാക്കുന്നതിനാണ് ഭൂമിശാസ്ത്ര പഠന മേഖലയിലെ ഭൂപടം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിൽ നോക്കിക്കേ, സൈനിക ഭൂപടമാണ് ഉപയോഗിക്കുന്നത്. അവിടെ സ്വന്തം രാജ്യത്തിന്റെയും മറ്റു രാജ്യങ്ങളുടെയും തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനാണ് പ്രതിരോധ മേഖലയിലെ ഭൂപടം ഉപയോഗിക്കുന്നത്. അടുത്ത നോക്ക, വിനോദ സഞ്ചാര മേഖല. വിനോദ സഞ്ചാര ഭൂപടങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഭരണ നിർവഹണ മേഖല. അവിടെ എന്താണ്? രാഷ്ട്രീയ ഭൂപടങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗം എന്താണ്? ഭരണപരമായ അതിർത്തികളും അവിടുത്തെ പ്രധാന ഭൗതിക സാംസ്കാരിക വിവരങ്ങളും മനസ്സിലാക്കുന്നതിനാണ് ഭരണ നിർവഹണ മേഖലയിലെ ഭൂപടം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഗതാഗത മേഖലയിൽ എന്താണ്? ഗതാഗത ഭൂപടങ്ങളാണ് ഉപയോഗിക്കുന്നത്. റോഡ്, റെയിൽവേ, വായു, ജല ഗതാഗത ഭൂപടങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗം എന്താണ്? വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ സഞ്ചാരപാതകൾ മനസ്സിലാക്കുന്നതിനാണ് ഗതാഗത മേഖലയിലെ ഭൂപടം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഏതെല്ലാം മേഖലകളിലാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? ഭൂമിശാസ്ത്ര പഠന മേഖല, പ്രതിരോധ മേഖല, വിനോദസഞ്ചാര മേഖല, ഭരണ നിർവഹണ മേഖല, ഗതാഗത മേഖല. പിന്നെ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, സാമ്പത്തിക മേഖല, പ്രകൃതി ദുരന്ത നിവാരണം, സെൻസസ് മേഖല, കാലാവസ്ഥാ ഗവേഷണ മേഖല, വാർത്താവിനിമയ മേഖല. അല്ലേ? അപ്പോൾ മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും വ്യത്യസ്തങ്ങളായ ഭൂപടങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരുമല്ലാതെ മറ്റാരൊക്കെയാണ് നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? വ്യവസായികളുണ്ട്, ചരിത്രകാരന്മാരുണ്ട്, പൈലറ്റുകളുണ്ട്, കപ്പിത്താന്മാരുണ്ട്, സാമ്പത്തിക വിദഗ്ധരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, പട്ടാളക്കാര്, ഭരണകർത്താക്കൾ, കാലാവസ്ഥാ ഗവേഷകർ, കാർഷിക വിദഗ്ധർ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വിവിധ തരം ഭൂപടങ്ങൾ ഇന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളവര് നിത്യജീവിതത്തിൽ എന്തിനു വേണ്ടിയാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നവര് അവര് ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ ഏതാണെന്നും ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകതയവ പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, വിദ്യാർത്ഥികൾ അറ്റ്ലസ്, ചുമർ ഭൂപടങ്ങൾ, ഭൗതിക സാംസ്കാരിക ഭൂപടങ്ങൾ. ആവശ്യകത എന്താണ്? ഭൗതിക സാംസ്കാരിക സവിശേഷതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. അധ്യാപകര് അറ്റ്ലസ്, ചുമർ ഭൂപടങ്ങൾ, ഭൗതിക സാംസ്കാരിക ഭൂപടങ്ങൾ, ഭൗതിക സാംസ്കാരിക സവിശേഷതകൾ ഉൾക്കൊണ്ട് ക്ലാസ് റൂം വിനിമയം നടത്തുന്നതിന്. അപ്പോൾ കുട്ടികള് എന്താണ്? ഭൗതിക സാംസ്കാരിക സവിശേഷതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലസ്, ചുമർ ഭൂപടങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിപ്പിക്കുന്നത് ആരാണ്? അധ്യാപകരാണ്. അപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും അങ്ങനെയാണ് ഭൂപടങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വ്യവസായികൾ നോക്കിക്കേ, വിഭവ ഭൂപടങ്ങൾ, കാർഷിക ഭൂപടങ്ങൾ, ധാതു ഭൂപടങ്ങൾ. കാർഷിക ഉൽപ്പന്നങ്ങളുടെയും മറ്റ് വിഭവങ്ങളുടെയും ലഭ്യതയും വിതരണവും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യവസായികൾ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി നോക്കിക്കേ, ചരിത്രകാരന്മാർ ചരിത്ര ഭൂപടങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ചരിത്രപരമായ പ്രത്യേകതയുള്ള പ്രദേശങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചരിത്രകാരന്മാർ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. പൈലറ്റുകളോ? വ്യോമ ഗതാഗത ചാർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ്? വിമാനപാതകളെ അടിസ്ഥാനമാക്കി വിമാനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതപ്പോൾ ദിവസവും നടക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ നിത്യേന പൈലറ്റുകൾ ഭൂപടം ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വിമാനപാതകളെ അടിസ്ഥാനമാക്കി വിമാനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് കപ്പിത്താന്മാർ. കപ്പിത്താന്മാർ എന്തിനു വേണ്ടിയിട്ടാണ്?
നാവിക ചാർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സമുദ്ര ജല ഗതാഗത പാതകളെ അടിസ്ഥാനമാക്കി കപ്പലുകളെ നിയന്ത്രിക്കുന്നതിനാണ്. അപ്പോൾ അതും നിത്യേന നടക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ അവര് നിത്യവും ഉപയോഗിക്കുന്നതാണ് നാവിക ചാർട്ടുകൾ. ഓക്കെ. അടുത്ത ആരാണ്? സാമ്പത്തിക വിദഗ്ധർ. അവര് ഏത് ഭൂപടമാണ് ഉപയോഗിക്കുന്നത്? വിഭവ ഭൂപടമാണ്. വിഭവങ്ങളുടെ വിനിയോഗവും അതുപോലെ തന്നെ വിതരണവും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവര് ഭൂപടം ഉപയോഗിക്കുന്നത്. എഞ്ചിനീയർമാര് ശിലകളുടെ ഘടന ചിത്രീകരിച്ചിട്ടുള്ള ഭൂപടമാണ് ഉപയോഗിക്കുന്നത്. ജിയോളജിക്കൽ മാപ്പ്, അതുപോലെ തന്നെ വിവിധതരം മണ്ണിനങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടം, കാലാവസ്ഥാ ഭൂപടം മുതലായവ. അപ്പോൾ എഞ്ചിനീയർമാര് ശിലകളുടെ ഘടന ചിത്രീകരിച്ചിട്ടുള്ള ഭൂപടം ഉപയോഗിക്കുന്നുണ്ട്, വിവിധതരം മണ്ണിനകൾ ചിത്രീകരിക്കുന്ന ഭൂപടം ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കാലാവസ്ഥാ ഭൂപടം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വ്യത്യസ്ത പ്രദേശങ്ങളിലെ ഭൗമ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനിയും പട്ടാളക്കാര് സൈനിക ഭൂപടമാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ്? രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൈനിക ഭൂപടം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഭരണകർത്താക്കള് ഭൗതിക സാംസ്കാരിക ഭൂപടമാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ്? ഭരണത്തിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളുടെ ഭൗതിക സാംസ്കാരിക സവിശേഷതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണകർത്താക്കൾ ഭൗതിക സാംസ്കാരിക ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. അടുത്തത് കാലാവസ്ഥാ ഗവേഷകർ കാലാവസ്ഥാ ഭൂപടമാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ്? വ്യത്യസ്ത പ്രദേശങ്ങളിലെ അന്തരീക്ഷ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാർഷിക വിദഗ്ധര് കാർഷിക ഭൂപടങ്ങളാണ് ഉപയോഗിക്കുന്നത്. കാർഷിക വിളകളുടെ ലഭ്യതയും വിതരണവും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാർഷിക ഭൂപടങ്ങൾ കാർഷിക വിദഗ്ധരെ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് ഇത്രയേറെ പ്രാധാന്യമുള്ള ഭൂപടങ്ങളുടെ ചരിത്രമാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഭൂപടങ്ങളുടെ ചരിത്രം. 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ നിലവിലുണ്ടായിരുന്ന ഭൂപടങ്ങൾ കൃത്യമായ സ്ഥാനനിർണയത്തിനോ ദിക്ക് നിർണയത്തിനോ സഹായിക്കുന്നവയായിരുന്നില്ല. അതിനാലാണ് കൊളംബസ്, മെഗലൻ മുതലായവരുടെ സമുദ്രയാത്രകൾ വഴിതെറ്റാനും ദൈർഘ്യമേറാനും ഇടയായത്. ഇവിടെ വിവിധ കാലഘട്ടങ്ങളിൽ ഭൂപടങ്ങളിൽ ഉണ്ടായ മാറ്റമാണ് കാണിച്ചേക്കുന്നത്. 1 തൊട്ട് 6 ചിത്രം കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഏതാണ്? കളിമണ്ണിൽ തീർത്ത ഒരു ഭൂപടമാണ് കാണിച്ചേക്കുന്നത്. മെസൊപ്പൊട്ടേമിയൻ ഭൂപടമാണ്, കളിമൺ ഫലകമാണ്. ഓക്കെ. രണ്ടാമത്തേത് നോക്കിക്കേ. അലക്സിമാണ്ടർ വരച്ചതെന്ന് കരുതപ്പെടുന്ന ലോക ഭൂപട മാതൃകയാണ്. കണ്ടോ? ആദ്യത്തേതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, കുറച്ച് ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ട് അല്ലേ? അടുത്ത് നോക്കാം. 3, 4, 5, 6 ഭൂപടങ്ങൾ ബാക്കി കാണിച്ചിട്ടുണ്ട്. ഓരോ ഭൂപടങ്ങൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും ഭൂപടങ്ങളുടെ വളർച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ? ഓരോ കാലഘട്ടങ്ങളിലും ഭൂപടങ്ങൾ കൂടുതൽ വ്യക്തതയോടെ വരയ്ക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തേത് ഹിപ്പാർക്കസ് നിർമ്മിച്ച ലോക ഭൂപടമാണ് കാണിച്ചേക്കുന്നത്. അടുത്തത് ടോളമി നിർമ്മിച്ച ലോക ഭൂപടമാണ്. അഞ്ചാമത്തേത് മെർക്കാറ്റർ തയ്യാറാക്കിയ ലോക ഭൂപടമാണ്. പിന്നീട് ആറാമത്തേത് നോക്കിക്കേ. ഓർട്ടിലിയസ് തയ്യാറാക്കിയ ലോക ഭൂപടമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും എന്താ സംഭവിക്കുന്നത്? ഭൂപടങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാവുകയാണ് ചെയ്തത്. ഓക്കെ. നൂറ്റാണ്ടുകളിലൂടെ ഭൂപടങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ് ഭൂപടങ്ങളുടെ ചരിത്രവും എന്ന് കരുതപ്പെടുന്നു. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസൊപ്പൊട്ടേമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇന്ന് വരെ കണ്ടെത്തിയവയിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ. ഇവയിൽ വളരെ ചെറിയ പ്രദേശങ്ങളിലെ സവിശേഷതകൾ കാണിക്കാൻ സഹായിക്കുന്ന പ്രത്യേകതരം വരകളും ചിഹ്നങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ അനക്സിമാണ്ടറുടെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ തുകലിലും വെങ്കല ഫലകങ്ങളിലുമാണ് തയ്യാറാക്കിയിരുന്നത്. ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ ഇറാത്തോസ്തനീസിന്റെ കണ്ടുപിടുത്തങ്ങളും ഹിപ്പാർക്കസ്, ടോളമി എന്നീ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകളും ഭൂപട നിർമ്മാണത്തിന് കൂടുതൽ സഹായകമായി. കൊളംബസ്, മെഗല്ലൻ മുതലായ നാവികരുടെയും പര്യവേഷകരുടെയും ലോകയാത്രകൾ വ്യക്തവും കൃത്യവുമായ ഭൂപട നിർമ്മാണത്തിന് വഴിതെളിച്ചു. ഇനിയും ആദ്യ ഭൂപടം ആരാ വരച്ചത്? ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അനക്സിമാണ്ടർ ആണ് ആദ്യ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്നു. BC 610 ഏഷ്യ മൈനറിലെ മിലേറ്റസിലാണ് ഇദ്ദേഹം ജനിച്ചത്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മെർക്കാറ്ററും ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയ എബ്രഹാം ഓർട്ടേലിയസും ആധുനിക ഭൂപട നിർമ്മാണത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയവരാണ്. അപ്പോൾ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് ആരാണ്? മെർക്കാറ്റർ ആണ്. ഓക്കെ. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ്? എബ്രഹാം ഓർട്ടേലിയസ് ആണ്. ഇനി എന്താ പറയുന്നത്?
ആധുനിക ഭൂമിശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഗ്രീക്ക്, റോമൻ, അറബ്, ഇന്ത്യൻ ഭൂമിശാസ്ത്രകാരന്മാരുടെ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ്. ഭൂപടങ്ങളുടെ ചരിത്രം കളിമൺ ഫലകങ്ങളിൽ തുടങ്ങി ഇന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഭൂപടങ്ങൾ വരെ എത്തി നിൽക്കുന്നു. അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ലോകത്ത് ഭൂപടങ്ങളും കാലത്തിനൊത്ത് മാറിയിട്ടുണ്ട്. കമ്പ്യൂട്ടറുകളുടെയും മറ്റും സഹായത്താൽ ഭൂപ്രദേശങ്ങളുടെ കൃത്യമായ സ്ഥാനം, ത്രിമാന ദൃശ്യങ്ങൾ ഇവയൊക്കെ ഒരു മൗസ് ക്ലിക്കിൽ തന്നെ സ്ക്രീനിൽ തെളിയിക്കുന്ന തരത്തിലേക്ക് ഇന്ന് ഭൂപട നിർമ്മാണം വളർന്നിരിക്കുന്നു. ഇനിയും ഭൂപടശാസ്ത്രം, കാർട്ടോഗ്രഫി എന്താ നോക്കിക്കേ. കാർട്ടെ, ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത്. കാർട്ടെ, ഗ്രാഫിക് എന്ന് പറഞ്ഞ ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്. കാർട്ടെ എന്നതിന് ഭൂപടം, മാപ്പ് എന്നും ഗ്രാഫിക് എന്നതിന് വരയ്ക്കുക, ഡ്രോയിങ് എന്നുമാണ് അർത്ഥം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ എന്താ പറയുന്നത്? കാർട്ടോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത്. രേഖാചിത്രവും പ്ലാനും, സ്കെച്ച് ആൻഡ് പ്ലാൻ. നോക്കിക്കേ, ഇവിടെ 2 ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു പ്രദേശത്തിന് 2 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും എ ചിത്രത്തിൽ നിന്നും ബി ചിത്രത്തിന് വ്യത്യാസങ്ങളുണ്ടല്ലേ. ഇവിടെ എ ചിത്രത്തില് എന്തൊക്കെയാ കാണുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്നൊരു വഴി കൊടുത്തിട്ടുണ്ട്. എങ്ങോട്ട് പോവുകയാണ്? സ്കൂളിലേക്ക് പോവുകയാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു വഴിയൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് നോക്കുമ്പോൾ തന്നെ ഏകദേശം എന്തൊക്കെയാണെന്ന് ബി നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ പക്ഷേ എല്ലാത്തിൻ്റെയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. ചിത്രം എയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനായുള്ള അമ്പടയാളം നൽകിയിട്ടുണ്ട്. എന്നാൽ ചിത്രം ബിയിൽ അവ കാണുന്നില്ല. നമ്മൾ കണ്ടായിരുന്നു, സ്കൂളിലേക്ക് പോകുന്ന അമ്പടയാളം എ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, ബിയിൽ അത് കാണുന്നില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ ചിത്രം ബിയിൽ ദിശ കാണിക്കുന്ന ദിശാസൂചികയും അതുപോലെ തന്നെ തോതും നൽകിയിട്ടുണ്ട്. താഴെ തോത് കാണിച്ചിട്ടുണ്ട്, മേളിൽ ഇതുപോലെ എന്താണ് ദിശാസൂചികയും കാണിച്ചിട്ടുണ്ട്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ചിത്രം എയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനായുള്ള സവിശേഷതകൾ മാത്രം നൽകിയിരിക്കുന്നു. ചിത്രം എയിൽ എങ്ങനെയാണ്? സ്കൂളിലേക്ക് പോകാനുള്ള വഴി മാത്രമാണ് കാണിച്ചേക്കുന്നത്. പിന്നെന്താണ്, എന്തൊക്കെയാണെന്ന് ചുമ്മാ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, വേറെ ഒന്നും അവിടെ കാണിച്ചിട്ടില്ല. എന്നാൽ ചിത്രം ബിയിൽ പ്രദേശത്തിന്റെ പ്രധാന സവിശേഷതകളെല്ലാം നൽകിയിട്ടുണ്ട്. അതായത് ആ ഒരു ചിത്രത്തില് ബിൽഡിംഗ് കാണുമ്പോൾ ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകും അല്ലേ. ഓക്കെ, ചിത്രം എയിൽ നൽകിയിരിക്കുന്നത് രാമുവിന്റെ സ്കൂളിലേക്കുള്ള വഴി ചിത്രീകരിക്കുന്ന രേഖാചിത്രമാണ്. മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന സുഹൃത്തായ ഗോപുവിന് രാമുവിന്റെ സ്കൂളിൽ എത്താനുള്ള വഴിയാണ് ചിത്രത്തിൽ രാമു വരച്ചു ചേർത്തത്. ചിത്രം ബിയിലേതുപോലെ ദൂരം മനസ്സിലാക്കി കൃത്യമായി അളവുകളോ ദിക്ക് സൂചിപ്പിക്കുന്ന വിവരങ്ങളോ ഒന്നും തന്നെ ഈ ചിത്രത്തിലില്ല. എന്നിരുന്നാലും ഈ ചിത്രം ഉപയോഗിച്ച് കൂട്ടുകാരനായ ഗോപുവിനെ രാമുവിന്റെ സ്കൂളിൽ എത്തിക്കുന്നതിൽ രാമു വിജയിച്ചു. ഇത്തരത്തിൽ വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രങ്ങൾ. നമ്മൾ കാണത്തില്ലേ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കേസിലൊക്കെ പെട്ട ആളെ ഒരു തവണയായിരിക്കും ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ആളെ കാണാനില്ല, അല്ലെ ആളെ മിസ്സായി, അപ്പോൾ ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് രേഖാചിത്രമൊക്കെ പോലീസുകാർ വരയ്ക്കത്തില്ലേ, അതാണ് രേഖാചിത്രം. ഓക്കെ, ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. ചിത്രം ബിയിൽ നൽകിയിരിക്കുന്നത് രാമുവിന്റെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ പ്ലാനാണ്. അപ്പോൾ പ്ലാനിന്റെ പ്രത്യേകത എന്താണ്? ഒരു പ്രദേശത്തെ സംബന്ധിച്ച് കൃത്യമായ അളവ്, അതുപോലെ തന്നെ അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാന് തയ്യാറാക്കുന്നത്. ഓക്കെ, ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങൾ. ഇവിടെ നമുക്ക് കേരളത്തിന്റെ ഒരു ഭൂപടം കാണാം അല്ലേ. ഇവിടെ എ എന്നും അതുപോലെ തന്നെ ബി, സി, ഡി, ഇ, എഫ് എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ഭൂപടങ്ങൾക്ക് ഉണ്ടാകേണ്ട അവശ്യ ഘടകങ്ങളാണ് ഇതിൽ അടയാളപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെ കേരളം ഭൂപ്രകൃതി എന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ഷാംശ രേഖാംശ സ്ഥാനം കാണിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? ദിക്ക് കാണിച്ചിട്ടുണ്ട്, തോത് കാണിച്ചിട്ടുണ്ട്, സൂചിക കാണിച്ചിട്ടുണ്ട്, പിന്നെന്താണ്? നിറങ്ങള് കാണിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാമേ. ഇവിടെ നോക്ക, ഭൂപടത്തില് അവശ്യ ഘടകങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എ എന്ന് കാണിച്ചേക്കുന്നത് എന്തായിരുന്നു? തലക്കെട്ടായിരുന്നു. ബി എന്ന് കാണിച്ചേക്കുന്നത് തോതായിരുന്നു. സി എന്താണ്? ദിക്കായിരുന്നു. ഡി എന്ന് പറയുന്നത് അക്ഷാംശീയ രേഖാംശീയ സ്ഥാനമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇ എന്ന് പറയുന്നത് എന്താണ്? അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളുമാണ് കാണിച്ചേക്കുന്നത്. എഫ് എന്ന് പറയുന്നത് സൂചികയാണ്. അപ്പോൾ
ഇത് ഓരോന്നിന്റെയും പ്രസക്തിയെക്കുറിച്ച് നമുക്ക് നോക്കാം. തലക്കെട്ട് നോക്കിക്കേ. ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നും തലക്കെട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇവ പൊതുവെ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കുന്നു. നമ്മൾ കണ്ടായിരുന്നു കേരളം ഭൂപ്രകൃതി എന്നല്ലേ. ഇനി തോത് എന്താ നോക്കിക്കേ. ഇവിടെ കുട്ടികളോട് പറയുന്നതായിട്ട് എന്താ പറയുന്നത്, സ്കൂൾ കെട്ടിടത്തിന്റെ പ്ലാൻ വരയ്ക്കുന്നതിനെ കുറിച്ച്. അവിടെ നീളവും വീതിയും മീറ്ററായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. 30 മീറ്ററും വീതി 10 മീറ്ററും എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പേപ്പറെ വരയ്ക്കാൻ നോക്കുമ്പോൾ നമുക്ക് 30 മീറ്ററും 10 മീറ്ററും വരയ്ക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 30 മീറ്ററിനെ എങ്ങനെയാക്കും? 30 മീറ്ററിനെ 30 സെന്റിമീറ്റർ എന്നും അതുപോലെ തന്നെ 10 മീറ്ററിനെ 10 സെന്റിമീറ്റർ എന്നും പറഞ്ഞ് നമ്മൾ പേപ്പറിലേക്ക് വരയ്ക്കുകയാണ്. ഇവിടെ നോക്കിക്കേ. ഇവിടെ നമ്മൾ വീതിയെ എങ്ങനെയാക്കി? സെന്റിമീറ്ററിലാക്കി. അതുപോലെ തന്നെ നീളത്തെ നമ്മൾ സെന്റിമീറ്ററിലാക്കി. അപ്പോൾ 10 മീറ്റർ വീതിയെ 10 സെന്റിമീറ്ററുമാക്കി, 30 മീറ്റർ നീളത്തെ 30 സെന്റിമീറ്ററുമാക്കി. അപ്പോൾ നീളവും വീതിയും സൗകര്യപ്രദമായി രേഖപ്പെടുത്താൻ നാം ഇവിടെ ഉപയോഗിച്ച സങ്കേതമാണ് തോത്. അപ്പോൾ നീളം, വീതി എന്നിവ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 സെന്റിമീറ്ററിന് 1 മീറ്റർ എന്ന തോതിലാണ് ഇവിടെ വരച്ചത്. ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത്. തോതെന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത്. തോത് ഉപയോഗിച്ച് മാത്രമേ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കൂ. ഇതിലൂടെ വലിയ ഭൂപ്രദേശങ്ങൾ ആവശ്യാനുസരണം കൃത്യതയോടെ ചെറുതാക്കി വരയ്ക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, ഭൂപടത്തിലെ വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം കണക്കാക്കാൻ തോത് ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ നോക്കിക്കേ. ഭൂപടങ്ങളിലെ തോതുകൾ പല വിധത്തിൽ കൊടുക്കാറുണ്ട്. എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത്, വായിച്ചു നോക്കാം. പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി എന്നീ 3 വിധത്തിൽ ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്താം. പ്രസ്താവന രീതിക്ക് ഉദാഹരണം നോക്കിക്കേ. 1 സെന്റിമീറ്ററിന് 10 കിലോമീറ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഭിന്നക രീതിക്ക് ഉദാഹരണമാണ് 1 എന്ന് പറയുന്നതിന് 1 ലക്ഷം എന്ന് പറഞ്ഞു കൊടുക്കാം. രേഖാരീതി ഉദാഹരണം അത് ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. ദിക്ക്. ഭൂപടങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ദിക്ക്. ഏതൊക്കെയാണ് ദിക്ക്? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇതാണ് പ്രധാനപ്പെട്ട 4 ദിക്കുകൾ. ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണം ഏതാണ്? വടക്ക് നോക്കി യന്ത്രമാണ്. അതിന്റെ ചിത്രം ഇവിടെ കാണിച്ചേക്കുന്നേ. പ്രധാന ദിക്കുകളെ വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ 4 ഉപദിക്കുകളായി തിരിക്കാം. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ. ദിക്കുകൾ വടക്ക്, തെക്ക്, അതുപോലെ തന്നെ പടിഞ്ഞാറ്, കിഴക്ക്. അപ്പോൾ വടക്കിനും പടിഞ്ഞാറിനും ഇടയിലായിട്ട് ആര് വരുന്നുണ്ട്? വടക്ക്, പടിഞ്ഞാറ്. അതുപോലെ തന്നെ വടക്കിനും കിഴക്കിനും ഇടയിലായിട്ട് ആര് വരുന്നുണ്ട്? വടക്ക്, കിഴക്ക്. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഏതിനിടയിലായിട്ടാണ്? കിഴക്കിനും തെക്കിനും ഇടയിലായിട്ടാണ് തെക്ക് കിഴക്ക് വരുന്നത്. അതുപോലെ തന്നെ തെക്കിനും പടിഞ്ഞാറിനും ഇടയിലായിട്ട് ആര് വരുന്നുണ്ട്? തെക്ക്, പടിഞ്ഞാറ് വരുന്നുണ്ട്. ഭൂപടങ്ങളിൽ സ്ഥലങ്ങളുടെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുന്നതിന് ദിക്കുകൾ അനിവാര്യമാണ്. ഭൂപടങ്ങളിൽ സ്ഥലങ്ങളുടെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുന്നതിന് ദിക്കുകൾ അനിവാര്യമാണ്. നോക്കിക്കേ. ഈ ഗ്ലോബ് ഒന്ന് നോക്കി വെക്കണേ. ഇവിടെ നോക്കിക്കേ. ഇവിടെ ഉത്തരധ്രുവം കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ദക്ഷിണധ്രുവം കാണിച്ചിട്ടുണ്ട്. ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും ബന്ധിപ്പിച്ച ഒരു രേഖ പോകുന്നുണ്ട് അല്ലേ. അതിനെന്താ പറയുന്നത്? രേഖാംശ രേഖ എന്നാ പറയുന്നേ. അതുപോലെ തന്നെ ഭൂമിയുടെ മധ്യത്തിൽ കൂടി ഒരു രേഖ പോകുന്നുണ്ട്. അതേതാണ്? ഭൂമധ്യരേഖയാണ്. അപ്പോ ഇങ്ങനെ ഭൂമിയുടെ കുറുകെ പോകുന്നതിനെ എന്താ പറയുന്നത്? അക്ഷാംശ രേഖകൾ എന്നാണ് പറയുന്നത്. നെടുകെ പോകുന്നതിനെ എന്താ പറയുന്നത്? രേഖാംശ രേഖകൾ എന്നാ പറയുന്നത്. നമുക്കത് നോക്കാമേ. അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും നമ്മൾ ആ ഒരു ചിത്രത്തിൽ കണ്ടായിരുന്നു. നെടുകയും കുറുകയും വരച്ചിരിക്കുന്ന രേഖകൾ അല്ലേ. അപ്പോൾ ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകളെ എന്താ പറയുന്നത്? അക്ഷാംശ രേഖകൾ എന്നാണ് പറയുന്നത്. ഇവ ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോബിന്റെ നേർ മധ്യത്തിലായി വരച്ചിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഇത് 0 ഡിഗ്രി അക്ഷാംശമാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും 90 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 90 ഡിഗ്രി വടക്ക് അക്ഷാംശത്തെ ഉത്തരധ്രുവമെന്നും 90 ഡിഗ്രി തെക്ക് അക്ഷാംശത്തെ ദക്ഷിണധ്രുവമെന്നും വിളിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് അക്ഷാംശ രേഖകൾ എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. അക്ഷാംശരേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. നോക്കിക്കേ, അക്ഷാംശ രേഖകൾക്ക് ലംബമായി ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. അപ്പോൾ ഇവയും ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധ വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഭൂപടം, ഗ്ലോബ് എന്നിവ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നത് അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. നമ്മളിത് 5ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ? ഓക്കെ. അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും. ഭൗമ ഉപരിതലത്തിലെ വിവിധ സവിശേഷതകളായ പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ജലാശയങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, പാർപ്പിടങ്ങൾ, കൃഷിയിടങ്ങൾ മുതലായവ ഭൂപടങ്ങളിൽ അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്. സൂചിക എന്താന്ന് നോക്കിക്കേ. ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക. നമ്മൾ സൂചിക കണ്ടില്ലായിരുന്നോ? ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക. ഈ സൂചിക ഉപയോഗിച്ചാണ് ഭൂപടങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ചിഹ്നങ്ങൾ കാണിച്ചിട്ടുണ്ട്, നിറങ്ങൾ കാണിച്ചിട്ടുണ്ട്. പച്ച എന്ന് പറയുന്ന നിറം എന്തിനാ കാണിക്കുന്നത്? നൈസർഗിക സസ്യജാലങ്ങളാണ്. മഞ്ഞ കൃഷിയിടങ്ങളാണ്. ചുമപ്പ് പാർപ്പിടങ്ങൾ, റോഡുകൾ. കറുപ്പ് റെയിൽവേ ലൈൻ, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ. നീല ജലാശയങ്ങൾ, തവിട്ട് പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ. ഇവിടെ ചിഹ്നങ്ങൾ കാണിച്ചിട്ടുണ്ട്, സവിശേഷതയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ 2 ലൈൻ എന്ന് പറയുന്നത് ടാറിട്ട റോഡിനെയാണ് കാണിച്ചേക്കുന്നത്. നിറം എന്താണ്? ചുമപ്പാണ്. അടുത്ത എന്താണ്? റെയിൽവേ ലൈനാണ്, കറുപ്പ് നിറത്തിലാണ് കാണിച്ചേക്കുന്നത്. നദി നീല നിറത്തിലാണ്. അതിർത്തി കറുപ്പ് നിറം. ക്രിസ്ത്യൻ പള്ളി ചുമപ്പ്. ക്ഷേത്രം ചുമപ്പ്. മുസ്ലിം പള്ളി ചുമപ്പ്. പാർപ്പിടങ്ങൾ ചുമപ്പ്. പോസ്റ്റ് ഓഫീസ് PO എന്ന് പറഞ്ഞാൽ കാണിച്ചേക്കുന്നത്, അത് കറുപ്പ് നിറത്തിലാണ്. ഇവിടെ ഒരു സ്പോട്ട് കാണിച്ചേക്കുന്നത് എന്താണ്? കിണർ നീല നിറത്തിലാണ് കാണിച്ചേക്കുന്നത്. പിന്നെന്താണ്? പുൽവർഗ്ഗങ്ങൾ പച്ച നിറത്തിലാണ് കാണിച്ചേക്കുന്നത്. നമ്മുടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.